ആലപ്പുഴയുടെ ഇടയ്ക്കാണ് ഞാൻ ഇരിക്കുന്നത്. രണ്ടും ആലപ്പുഴക്കാരാണ് എന്നുള്ളൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതിൽ പിന്നെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ആലപ്പുഴയുടെ തൊട്ടടുത്തുള്ള ചങ്ങനാശ്ശേരിക്കാരനും കൂടെയാണ്, മാർട്ടിൻ പ്രകാശാണ് ഇതിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. അപ്പം ഞാൻ നേരത്തെ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ച പോലെ നല്ല മലയാള സിനിമകൾ ശരിക്കും പ്രത്യേകിച്ച് പോലീസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോൾ മാർട്ടിൻ ആണെങ്കിലും ഷാഫി ആണെങ്കിലും ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന റോബി ആണെങ്കിലും എല്ലാം. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഇപ്പം മാർട്ടിൻ്റെ കൂടെ തന്നെ ഒരുപാട് നാളെ സംവിധാന സഹായിയായിരുന്ന ജിത്തുവും കൂടെ ചേരുമ്പോൾ എന്ത് രീതിയിലാണ് ഈ ഒരു പോലീസ് സിനിമ വ്യത്യസ്തമാവുക എന്നുള്ളത് അത് കാണാനൊരു എക്സൈറ്റ്മെൻറ്റും കൂടെ എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഥ കേട്ടതിന് ശേഷവും അത് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളിലാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും അത് എത്രത്തോളം അത് ഡിഫറൻ്റ് ആയിട്ട് വരും എന്നറിയാനായിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എത്രത്തോളം ഡിഫറൻ്റ് ആയിട്ട് വരും എന്നറിയാനുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഈ ടീമിലുണ്ടായിരുന്ന അഭിനയിക്കുന്നവരാണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏത് രീതിയിലാണോ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട്, ആ ഒരു സ്വീകാര്യത പ്രേക്ഷകർ തന്നതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. എല്ലായിടത്തുനിന്നും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഉണ്ട്. കാരണം വളരെയധികം എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എഫേർട്ടിൻ്റെ കാര്യം എപ്പോഴും പറയുകയാണെങ്കിൽ പോലും അത് മാത്രമല്ല, അത് ഏതറ്റം വരെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പ്രേക്ഷകർ എന്റർടൈൻ ചെയ്യിക്കും എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ്. വാർത്തകൾ നോക്കുമ്പോൾ തിയേറ്ററിലേക്ക് തന്നെ വന്ന പ്രേക്ഷകർ കാണണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു സിനിമ, ആ ഒരു എഫേർട്ടും ആ ഒരു സമയവും ആ ഒരു ബഡ്ജറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത, ക്വാളിറ്റിക്ക് വേണ്ടി യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്തൊരു പ്രൊഡക്ഷൻ ബാനറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സ്വീകാര്യത നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു സ്വീകാര്യതയും ഒരു അപ്രീസിയേഷനുമാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളോട് എല്ലാവരോടും പ്രേക്ഷകരോട് പ്രത്യേകിച്ചും നന്ദി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ ഡിസേർവ് ചെയ്യാൻ ഒരു സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ അഭിപ്രായം കേട്ടിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെയാണ് ഓഫീസർ ഡ്യൂട്ടിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. അപ്പം ശരിക്കും എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഡയറക്ഷൻ്റെ കാര്യമാണെങ്കിലും സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ കാര്യം, അതായത് ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും അത് എല്ലാം ഭംഗിയായിട്ട് വന്നു എന്നുള്ളൊരു വലിയൊരു ഫാക്ടറാണ് ഈ ഒരു സിനിമ ഏതൊക്കെ രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാരണം. അപ്പോൾ മറ്റ് പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും CI ഹരിശങ്കർ ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മാറി നിൽക്കുന്ന രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഘടകങ്ങളാണ്. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ചതിന് ഓഫീസർ ഡ്യൂട്ടിയുടെ മുന്നിലും പിന്നിലും കൂടെ നിന്ന് എല്ലാവരുടെ ആദ്യം തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു നന്ദി അറിയിക്കണം. താങ്ക് യു വെരി മച്ച്. ഞാനൊരു 3 ദിവസം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. എൻ്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിനേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടാലന്റുകൾ സിനിമയുടെ മുന്നിലും പുറകിലും ഉണ്ട്, അല്ലെങ്കിൽ കൂടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. മഹേഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു സിനിമയെ ഹൈയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്, അല്ലെങ്കിൽ ടെക്നീഷ്യനാണെന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സിനിമയിൽ കാണാൻ സാധിക്കും. ഓഫ്കോഴ്സ് അത് ഇതുവരെ നമ്മളങ്ങനെ കണ്ട് പരിചിതമല്ലാത്ത ഒരു ടെറൈൻ അല്ലെങ്കിൽ ഒരു ബാക്ക് ഡ്രോപ്പിലാണ് അത് പറഞ്ഞു പോകുന്നത്. അത് തീർച്ചയായിട്ടും ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ ലവേഴ്സിന്. പ്രത്യേകിച്ച് അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ളൊരു കാര്യവും അടിവരയിട്ട് പറയുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി മീഡിയ വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാക്കി ഓവർ ടു ഓഡിയൻസ്. അപ്പോൾ ഞാൻ മൈക്ക് നിങ്ങൾക്ക് പാസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചോളൂ. ഈ സിനിമയുടെ തുടക്കം ഞാൻ കോട്ടയത്തോട്ട് പോകുന്ന സമയത്ത് മണിച്ചേട്ടൻ ജസ്റ്റ് കണ്ടു. അപ്പം ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മണിച്ചേട്ടൻ അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. മണിച്ചേട്ടനാണ് പറയുന്നത്
എടാ നമുക്കിത് ജിത്തുവിനെ കൊണ്ട് ചെയ്യിക്കാം, പ്രൊഡ്യൂസ് ചെയ്യാം, അടുത്തതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ജിത്തു സാറായിട്ട് സംസാരിക്കുമ്പോൾ ഇതിലെ ബാക്കിയുള്ള സിനിമകളെല്ലാം നിങ്ങൾക്ക് അറിയാം, എവിടൊപ്പം കരയണമെന്നായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ജിത്തു സാറിന് കൃത്യമായി ആവശ്യം ഒരു കൊമേഴ്സ്യൽ എല്ലാത്തരം ആൾക്കാർക്കും കാണുന്ന ഒരു സിനിമയാണോ, എല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണോ എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തത്. കാരണം അത്തരം കാര്യങ്ങൾ വരുമ്പോഴേ സിനിമ പലപ്പോഴും എല്ലാ സമൂഹത്തിലും കണക്റ്റ് ആവത്തുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുവന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് കൂട്ടുകാരി അപ്പോൾ ആ ഒരു സിനിമ ഉണ്ടല്ലോ, അപ്പം അവർ റിവ്യൂ പറയുന്നതിന് മുമ്പ് എന്നോട് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പെൺമക്കളുള്ള എല്ലാ അമ്മമാരും അവരെയും കൂട്ടി സിനിമ കാണണമെന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ കരുതിയില്ല, അത് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ഇപ്പൊ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകരും അഞ്ചാം പാതിരെ വെല്ലുന്ന ഒരു കഥയാണ് ഇത്. കണ്ടിറങ്ങുമ്പോൾ തന്നെ കറക്റ്റ് വീട്ടിൽ ചാക്കോച്ചൻ എന്നൊരു ആക്ടർ ഇത്രയും ഗംഭീരമായി പെർഫോം ചെയ്ത ഒരു സിനിമ വേറെ ഉണ്ടോ, ഈയിടെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച സിനിമ എന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ക്യാരക്ടർ ആവാൻ വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ട്? ഇല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നു, അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എത്രത്തോളം മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ഭ്രമിപ്പിക്കാറുണ്ട്. ആ കഥാപാത്രമാകാൻ വേണ്ടി നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അന്വേഷണവും ഒരു പഠനവും അതിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. ഷാഹി നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ യാത്ര ചെയ്ത വേറൊരു രീതിയിലായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹരിശങ്കറിൻ്റെ ഒരു ഇമോഷണൽ ട്രാവലും കൂടെ ഈ സിനിമയിലുണ്ട്. അപ്പം ഇയാളുടെ ഇമോഷണൽ ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വേരിയേഷൻസ് എങ്ങനെയായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സൈക്കാട്രിസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുകയും അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫിസിക്കലിയും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഹരിശങ്കർ. അപ്പോൾ അതിനുവേണ്ടി അതിനുള്ള റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ പുറകെ ഇരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്, അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ റിഹേഴ്സൽസ് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയുള്ള പഠനങ്ങൾ, അത് സംവിധായകനോടൊപ്പം അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനോടൊപ്പമുള്ള ആ യാത്രകളും സംഭാഷണങ്ങളും എല്ലാം ഒരുപാട് എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സെറ്റിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഫസ്റ്റ് ഡേ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വരുന്നു, ആ പോലീസ് യൂണിഫോമിൽ വരുന്നു, നമ്മൾ പറയുന്ന ഡയലോഗുകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. അതിനുവേണ്ടി നമ്മൾ ആ ലൊക്കേഷൻ, ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ്, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, ഇതെല്ലാം നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറിയാതെയും ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ്. കാരണം ഈ തരത്തിലെല്ലാം കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനാണ്, ആ ഒരു കഥാപാത്രമായിട്ട് മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടീമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സംവിധായകനും തിരക്കഥാകൃത്തും ഉണ്ടെങ്കിൽ, ഒരു അഭിനേതാവിന് ജസ്റ്റ് അങ്ങനെ നിന്നു കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവും. ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഒരു ഡെവലപ്മെന്റും ഒരു ഇൻവോൾവ്മെന്റും എല്ലാം ഈ കഥാപാത്രത്തിന് ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ശരിക്കും ഞാനും അതിൽ അപ്പോൾ ആ ഇൻട്രോ സീൻ തന്നെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയിൽ. അപ്പോൾ ആ ഡയലോഗുകൾ പറയുമ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീകാന്ത് പോലെ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഷോർട്ട് കഴിഞ്ഞിട്ട് പുള്ളിൻ്റെ അടുത്ത് വന്ന് വളരെ പോസിറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ അത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ശരിക്കും ഒരു അവാർഡ്, ഒരു അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറിഞ്ഞും അറിയാതെ നമ്മളെ കഥാപാത്രം മാറാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നായകനെ പോലെ തന്നെ തുല്യമാണ് വില്ലനും. അപ്പോൾ കണ്ട പ്രേക്ഷകരായിട്ട് പറയുന്നത് ചിലൊരു ബോളിവുഡ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഹോളിവുഡ് ലെവലിലേക്ക് പെർഫോം ചെയ്ത ഒരു ആക്ടറാണ് താങ്കൾ. ഒരു ജോക്കർ ആ ലെവലുണ്ട്, എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ആ ലെവൽ പെർഫോം ചെയ്യുന്ന ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ് താങ്കൾ. അപ്പോൾ ആ എങ്ങനെയുണ്ട് ചാക്കോച്ചനെ പോലെ ഒരു നായകനെ കൂടെ പിടിച്ചിരിക്കാനുള്ള, വിട്ട് നിൽക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര എൻജോയ് ചെയ്തു ഞങ്ങളെല്ലാവരും. സിനിമയിൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് കാണുന്ന സീൻസൊക്കെ ശരിക്കും ഭയങ്കര ചിരിച്ചും കളിച്ചും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇത്രയും നല്ലൊരു ടീമുള്ളപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് വെരി ഈസി, ഓർഗാനിക്കലി ഇത് സംഭവിക്കും. നമുക്കൊരു സ്പേസ് തന്ന ഒരു ഡയറക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു എൻറ്റയർ ടെക്നിക്കൽ ടീമും കോ ആക്ടേഴ്സും ഒക്കെയാണ്. അപ്പോൾ ഐ തിങ്ക് ക്രെഡിറ്റ് ഗോസ് ടു ദെം. ഓഫ് കോഴ്സ് ഇതിന് ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഹെവി ഡ്രഗ് യൂസറാണ്. അതിനുള്ള കുറച്ച് റീസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷെ അതർ ദാൻ ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ആ സ്ക്രിപ്റ്റ് ആൻഡ് സോഷ്യലി
പൊതുവെ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പക്ഷെ എനിക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. സ്വാഭാവികമാണ്. എല്ലാവരും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പല കേസ് അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം സ്വന്തം വീട്ടിലുണ്ടാകുന്ന പറയുന്ന തരം പോലീസും ഒരു മനുഷ്യരാണെന്ന് ഓർക്കുന്നത്. അത് ചാക്കോച്ചൻ ആ ഡയലോഗ് പറയുന്ന സമയത്ത്, ആ ഡയലോഗ് വായിക്കുന്ന സമയത്ത് ചാക്കോച്ചൻ്റെ സ്വയം ഉണ്ടാകുന്ന ഫീൽ എന്താണ്? എനിക്ക് വളരെ അടുത്തുള്ള പോലീസ് സുഹൃത്തുക്കളുണ്ട്. അപ്പം അവർ ഈ പറയുന്ന പോലെ ഇതൊരു ഗവൺമെൻറ് ജോബ് പോലെ ഒരു എന്താ പറയുക, ഒരു 9 to 5 ജോബ് എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും കണക്കാക്കാൻ പറ്റില്ല. 24/7 അവർ ഓണാണ്, അല്ലെങ്കിൽ അവർ ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനുള്ള ഡ്യൂട്ടി പോലും മറന്ന് ചെയ്യേണ്ട അവസരങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അത് എത്രത്തോളം ഇവരുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം ഷാഹിൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ബിഗിനിങ് സീക്വൻസുകളും പിന്നെ ഇയാൾ പോകുന്ന കുറച്ച് ഇമോഷണൽ യാത്രകളുമെല്ലാം ഒരു പരിധിവരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വങ്ങളിലൂടെ, പോലീസ് സുഹൃത്തുക്കളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കാക്കി ഇടുന്നവനെ പേടിയോടെ മാത്രം കാണുന്ന ഒരു സമൂഹമല്ല വേണ്ടത്. അവരോട് ഒരു പരിഗണനയും കൂടെ വേണ്ടുന്ന ഒരു സമൂഹം കൂടെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരും മനുഷ്യരാണ്. ഈ പറഞ്ഞ പോലെ അവർക്കും ഒരു കുടുംബമുണ്ട്. അയാളും ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനാണ്, ഒരു മകനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് സമൂഹത്തിന് പല തിന്മകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ പോരാടാൻ ഇറങ്ങുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ജീവിതവും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പല ആൾക്കാരെയും പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത്. സോ വി ഷുഡ് റെസ്പെക്ട് ദാറ്റ്. അപ്പോൾ ആ ഒരു കാര്യവും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഹലോ, ഞാൻ വില്ലനല്ല, ഇവിടെ ഇരുന്നത് കൊണ്ടാണ് പറഞ്ഞു. അപ്പം എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി നാളിന് ശേഷം എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഒപ്പം മൂവി ലാലങ്ങളുടെ കൂടെ ചെയ്തിട്ട് പിന്നെ ഞാൻ മലയാളത്തിലൊരു ഏറ്റവും നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. കാരണം എനിക്ക് അതിൽ പേഴ്സണലി ഞാൻ എത്ര വലുതായാലും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു ക്രൂവും അതുപോലെ തന്നെ ഒരു മൂവിയാണ്. എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ചാക്കോച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും പ്രിയ ചേച്ചി ആണെങ്കിലും ഷാലിക്ക, ജിത്തു ചേട്ടൻ, മാർട്ടിൻ ചേട്ടൻ, എല്ലാവരും ഒരുപാട് സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. എനിക്ക് ഷൂട്ടിംഗ് ഡേറ്റ്സും ഭയങ്കര കുറച്ച് ദിവസമുള്ളായിരുന്നു. പക്ഷെ ഇത്രയും ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു എന്നുള്ളത് ഫിലിം കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാ റെസ്പോൺസുകൾക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. കണ്ടുവരുന്ന പടങ്ങളൊക്കെ ഫുൾ ആക്ഷൻസ് ആണ്. അപ്പോൾ ഇനി വരാനുള്ള പടങ്ങളും ചാക്കോച്ചൻ്റെ ആക്ഷനാണോ? ഞാനിപ്പോൾ ചെയ്യുന്നത് രതീഷ് പൊതുവാളുടെ എന്ന തങ്കേശ്വറിന് ശേഷം ഒരു ഫുൾ ലെങ്ത് ഒരു സിനിമ ഞങ്ങൾ ചെയ്യുകയാണ്. ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര്. അതിൽ കുറച്ചുകൂടെ ഒരു ഫണ്ണും സെറ്റയറും അത്യാവശ്യം ഒരു പൊടിക്ക് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും. അതിൽ ദിലീഷ് പോത്തൻ, സജിൻ ഗോപു, നമ്മുടെ മഞ്ഞമ്മൽ ലൂയിസ് ഡയറക്ട് ചെയ്ത ചിദംബരം അഭിനയിക്കുന്നുണ്ട്. പിന്നെ ജാഫർ ഇടയ്ക്ക്, സുധീഷ്, അങ്ങനെ ഒരു പറ്റം നല്ല ടാലന്റുകളുണ്ട്. തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ചാക്കോച്ച ഇപ്പം മമ്മൂക്കായെ പോലെ തന്നെ പക്ക ഒരു ജെൻസി ട്രെൻഡിൽ നിൽക്കുന്ന ഒരാളാണ് താങ്കൾ. ഇപ്പം താങ്കൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം എടുത്ത് നോക്കിയാൽ തന്നെ അല്ലല്ലോ മറ്റുള്ളവരെക്കാൾ ഒരുപാട് എടുത്ത് നിൽക്കുന്ന, എങ്ങനെയാണ് കീപ്പപ്പ് ചെയ്യുന്നത്? എൻ്റെ ഭാര്യയാണ് അതിന് കാരണക്കാരി. പിന്നെ മമ്മൂക്കയെ നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഏറ്റവും ട്രെൻഡിയസ് എന്താ പറയുക ഒരു മാൻ ആണ്, അല്ലെങ്കിൽ ഒരു ചാപ്പ് എന്ന് വേണമെങ്കിൽ കൊടുക്കും. അതായത് പുള്ളിയാണ് ഏറ്റവും കൂളസ്റ്റ് ഗൈ ഇൻ ടൗൺ നൗ. ചുമ്മാ പറഞ്ഞതിന് ഞാൻ ചോദിക്കുകയാണ്. മലയാള സിനിമ ഒരു ഗോൾഡൻ എറയിലൂടെ വരും എന്ന് പ്രതീക്ഷയാണ്. ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല സിനിമകൾ വരുമ്പോഴും നിർമ്മാതാക്കൾക്ക് ലാഭം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നിർമ്മാതാക്കൾക്ക് കൃത്യമായി ലാഭം കിട്ടുന്നില്ല, അത് സിനിമകൾ ഇച്ചിരി കൂടെ നല്ല ട്രാക്കിൽ പോകണം എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നല്ല സിനിമകൾ, ഓടുന്ന സിനിമകളൊക്കെ നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല. ഇപ്പോൾ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ 2020 പോലെയാണ്. ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം.
അപ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു, മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളുള്ള ഡിപ്പെൻഡൻ്റ് ആണ്. ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ അധികം ബാധിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഇപ്പം പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാതെ വരാം. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസും ഉണ്ട്. അപ്പം അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർട്ട് ചെയ്യാൻ നോക്കുക. പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ, ക്വാളിറ്റി സിനിമ, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഗുണകരമാകും. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോക്ക് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കാര്യഗൗരവമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ പറഞ്ഞ അഭിനയിക്കുന്നവർ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കുന്നവർ അഭിനയിച്ചാൽ മതി എന്നുള്ള ഒരു മോണോപോളി പോലെ ഫീൽ ചെയ്യുന്നില്ല. ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും, സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ച് കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി നിങ്ങൾ തികച്ചും വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. എനിവേസ് താങ്ക് യു. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഏറ്റവും നല്ല രീതിയിൽ ഇത് നമ്മൾ ഏത് രീതിയിലാണോ ഇത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്റ്റഡ് ആവുന്നു എന്നറിയുന്നതിൽ ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന്, ആ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. കാരണം അത്രയ്ക്ക് ഈ സിനിമയുടെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിൻ്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ മുന്നിലും പിന്നിലുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന, ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും അതുപോയി കാണുക. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ലവ്.